തൻ്റെ സ്നേഹനിധിയായ അമ്മമ്മ മരിച്ചപ്പോഴുണ്ടായ വിരഹവും ഏകാന്തതയും ആ യുവാവിനെ വല്ലാതെ അലട്ടി. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അവനവൻ്റെ സന്തോഷമാണെന്ന ഉപദേശം സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ നടന്നു. വിജനമായ കാട്ടുപാതകളിലൂടെ ശുദ്ധമായ വായുവും ശ്വസിച്ച് മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിച്ച് കാണുന്ന നയന മനോഹര ദൃശ്യങ്ങൾ മൊബൈലിലും മനസ്സിലും പകർത്തി അവൻ നടന്നു. കായ്കനികൾ ഭക്ഷിച്ച് പ്രകൃതിയിലെ നീരുറവിൽ നിന്നും വെള്ളവും കുടിച്ച് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കൂടുതൽ അറിഞ്ഞ് ആത്മാവിനെയും മനസ്സിനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് യാത്രകൾ ചെയ്യുന്ന ആ ചെറുപ്പക്കാരനായ വ്ളോഗറിൻ്റെ പേരാണ് ചിത്രൻ രാമേന്ദ്രൻ. സുഹൃത്തുക്കളെ എന്ന അവൻ്റെ ആ നിഷ്കളങ്കമായ അഭിസംബോധനയിൽ നമ്മൾ അലിഞ്ഞില്ലാതായിത്തീരുന്നു. വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലത്തെ മഞ്ഞുമൂടിക്കിടക്കുന്ന കുന്നുകളും മലകളും, നീലക്കടൽ പോലെ ആകാശ നീലിമയും, വിജനമായ കാട്ടുപാതകളും, കണ്ണാടി പോലത്തെ തടാകങ്ങളും, നോക്കത്തെ ദൂരത്തോളം പരന്നു കിടക്കുന്ന മനുഷ്യൻ്റെ പാദം സ്പർശിക്കാത്ത പ്രകൃതിയുടെ മടിത്തട്ടും നോട്ടുപുസ്തകങ്ങളുടെ പുറംചട്ടയിൽ മാത്രം നമ്മൾ കണ്ട പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു നിഷ്കളങ്കമായ വ്ളോഗറാണ് ചിത്രൻ. മറ്റുള്ള വ്ളോഗർമാരെ പോലെ ബഹളം വെച്ച് കാഴ്ചകൾ കാണിക്കുന്ന കേവലം ഒരു ബ്ലോഗറല്ല മിത്രൻ. ചിത്രൻ്റെ ഹിമാലയൻ വ്ളോഗുകൾ കണ്ടാൽ നമ്മൾ ഹിമാലയത്തിൽ പോയ പോലത്തെ ഒരു അനുഭൂതി ഉണ്ടാകും. കാഴ്ചകൾ കാണിക്കുകയല്ല ചിത്രൻ ചെയ്യുന്നത്, അത് നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച് അനുഭവിക്കുകയാണ് ചിത്രം ചെയ്യുന്നത്. യാത്രകൾക്ക് പണമില്ല എന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട യാത്രകൾ മാറ്റിവെച്ച ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ് ചിത്രൻ. യാത്രകൾക്ക് ആദ്യം വേണ്ടത് പണമല്ല, മനസ്സാണെന്ന് ചിത്രൻ അടിവരയിടുന്നു. 2022 ഒരു നവംബർ 1 6,000 രൂപയും കുറച്ച് അരിയും അത്യാവശ്യം ഡ്രസ്സും ഒരു ടെൻറ്റുമായി ചിത്രൻ തൻ്റെ സ്വപ്നയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നു. കേരളത്തിൽ നിന്നും യാത്ര തുടങ്ങിയ ചിത്രൻ ഹിമാചൽ പ്രദേശിലെ കീ ഹിമാലയൻ ഗ്രാമത്തിൽ എത്തി നിൽക്കുന്നു. വർഷങ്ങൾ താണ്ടിയുള്ള ആ യാത്ര 26 സംസ്ഥാനങ്ങളും പിന്നിട്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ എത്തി നിൽക്കുന്നു. ഓരോ വ്ളോഗിലും ചിത്രൻ പറയുന്ന ഒരു വാചകമുണ്ട്: ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടത് ഇതാണ്, ഞാൻ മനസ്സിൽ നിറഞ്ഞ് സന്തോഷിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു റൂട്ട് മാപ്പും ഇല്ലാതെയാണ് ചിത്രം യാത്ര ചെയ്യുന്നത്. ഗ്രാമങ്ങളിലൂടെയാണ് സഞ്ചാരം. ഗ്രാമവാസികളോട് അവിടുത്തെ പ്രത്യേകതകൾ ചോദിച്ചറിഞ്ഞ് അവർ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കും. ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നതെന്ന് ചിത്രം പറയുന്നു. പ്രകൃതിയിലൂടെ അലയുക, പ്രകൃതിയുടെ മനോഹാരിത ആവോളം നുകരുക, ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുക, നല്ല മനുഷ്യരെ അറിയുക, മനസ്സിലാക്കുക, ഇതാണ് ചിത്രൻ്റെ ലളിതമായ മോഹം. താൻ കണ്ട കാഴ്ചകൾ ഭംഗിയൊട്ടും ചോരാതെ തൻ്റെ പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കുക, അതാണ് ചിത്രൻ്റെ ആഗ്രഹം. ചിത്രൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും അവസാനം ചിത്രം പറയുന്നൊരു വാചകമുണ്ട്: യാത്രകൾ ഇഷ്ടമാണെങ്കിൽ, ഇത്തരം കാഴ്ചകൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക എന്ന്. GPS മീഡിയയുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ട്രാവൽ വ്ളോഗിൽ ഏറ്റവും ഇഷ്ടം സന്തോഷ് ജോർജ് കുളങ്ങരയായിരുന്നു. അതിന് തൊട്ടു താഴെ ഇപ്പോൾ മനസ്സിൻ്റെ താഴ്വരയിൽ ചിത്രൻ പ്രകൃതിയുടെ നിഷ്കളങ്കമായ കാഴ്ചകളുമായി നമ്മളെ മാടി വിളിക്കുന്നു. നമ്മൾക്കൊരിക്കലും പോകാൻ പറ്റാത്ത ഇടങ്ങൾ, പ്രകൃതിയുടെ നിഗൂഢ സൗന്ദര്യങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ നമ്മളെ കാണിച്ച് അനുഭവിപ്പിക്കുന്ന നാളെയുടെ യുവത്വത്തിൻ്റെ പ്രതീകമായ ചിത്രൻ രാമേന്ദ്രന് GPS മീഡിയയുടെ 1000 സല്യൂട്ടുകൾ അർപ്പിക്കുന്നു.